ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് തോറ്റംപാട്ട്. ഐതിഹ്യവും ചരിത്രവും എല്ലാം പാട്ടിലൂടെ പറയുന്ന രീതിയാണ് തോറ്റംപാട്ട്. ക്ഷേത്രത്തിന് മുൻവശത്ത് പ്രത്യേകം സജ്ജീകരിച്ച ഓലപ്പന്തലിലാണ് കലാകാരന്മാർ ദേവീചരിതം വർണ്ണിക്കുന്നത്. 10 നാൾ നീണ്ടു നിൽക്കുന്ന തോറ്റംപാട്ടിന്റെ പ്രാധാന്യവും ചരിത്രവും തോറ്റംപാട്ട് ആശാൻ മധു ജനം ടിവിയോട് പങ്കുവയ്ക്കുന്നു. തിരുവനന്തപുരത്ത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പൊങ്കാലയോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ഈ തോറ്റംപാട്ട് എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ തന്നെ അതിൻ്റെ മുൻവശത്ത് പ്രത്യേകം തറകെട്ടി അതിലാണ് തോറ്റംപാട്ട് നടത്തുക. നമ്മളോടൊപ്പം തോറ്റംപാട്ട് ആശാൻ മധു ആശാൻ നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് ഈ വിശേഷങ്ങൾ ആശാനോട് ചോദിച്ച് മനസ്സിലാക്കാം. ആശാനെ, ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരത്തിൽ ഒന്നാണ് തോറ്റംപാട്ട് എന്ന് പറയുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങ്. എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ചടങ്ങുകൾ? അതിന്റെ ഒന്നാം ഉത്സവത്തിന് നമ്മൾ ദേവിയെ കൊടുങ്ങലിരുന്ന് പാടി ആവാഹിച്ച് ശ്രീകോവിലിൽ ഉടവാളി കാപ്പുകെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും. 3-ാം ദിവസം ദേവിയുടെ തൃക്കല്യാണം, അത് മാലപ്പുറം പാട്ടെന്ന് പറയും. മാല വെച്ചിട്ട് ദേവിയുടെ ചിലമ്പ് വിൽക്കാൻ വേണ്ടി ദേവിയുടെ ഭർത്താവ് പാണ്ടിനാട്ടിൽ പോകുമ്പോൾ 6-ന്റെ അന്ന് രാത്രി 1 മണിക്ക് ദേവിയുടെ ഭർത്താവിനെ കൊന്ന് 7-ന്റെ അന്ന് രാവിലെ 7 മണിക്ക് തോറ്റ് 7:30 ക്ഷേത്രം തുറക്കുള്ളൂ. 9-ന്റെ അന്ന് ദേവിയുടെ ഭർത്താവിനെ കൊന്നതിന്റെ ദേവി പാണ്ഡ്യനാട്ടിൽ ചെന്ന് പാണ്ഡ്യരാജാവിനെ വധിച്ചുകൊണ്ട് പണ്ടാരായിട്ട് പ്രതിയെത്തിയും. 10-ന്റെ അന്ന് നമ്മൾ ദേവിയെ പാടി ഉടവാളിൽ നിന്ന് കാപ്പഴിച്ച് കുടികളെ കൊടുങ്ങല്ലൂർ സങ്കല്പിക്കും. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ ക്ഷേത്രത്തിൽ എൻ്റെ അച്ഛൻ ഗോവിന്ദനാശാനാണ്. ഗോവിന്ദനാശാന്റെ അച്ഛൻ കൊച്ചനാശാനാണ്. അപ്പൊ ഈ തലമുറ പാടി വന്നതാണ്. ആ പാരമ്പര്യം ഇപ്പോഴും ക്ഷേത്ര ട്രസ്റ്റ് നിലനിർത്തി പോകുന്നുണ്ട്. അച്ഛൻ്റെ മരണശേഷം ആ പാരമ്പര്യം നിലനിർത്താൻ ക്ഷേത്ര ട്രസ്റ്റ് ഉത്തരവാദിത്തം തരികയും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ 41 ദിവസം വ്രതം എടുത്ത് ആണ് കയറുന്നത്. അപ്പൊ ഈ ക്ഷേത്രത്തെ കൂടാതെ കൊഞ്ചറുള്ള ദേവീക്ഷേത്രം, മുക്കാലി ദേവി, പഴഞ്ചിറ, 4 ക്ഷേത്രം പാരമ്പര്യമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ തയ്യാറെടുപ്പുകൾ, അതായത് ഈ തോറ്റംപാട്ടിന് മുന്നോടിയായിട്ട് ഈ ഒരുക്കങ്ങളൊക്കെ, അതിനു മുന്നോടിയുള്ള സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? നമ്മള് പാട്ട് തുടങ്ങി തലേദിവസം നമ്മൾ പെരകെട്ടി അതിനെ അലങ്കരിച്ച് ആണ് പിറ്റേന്ന് രാവിലെ നമ്മൾ പാടായിരിക്കുന്നത്. അതാണ് അതിന്റെ ുള്ളത്. പുരയിൽ 3 പേരാണ് ഇരിക്കുന്നത്. 3 പേരിന്ന് പാടും. 3 പേരാണ് ഒരു സമയത്ത് പാടുന്നത്. ഈ ഓലയിലാണ് കെട്ടിയിരിക്കുന്നത്. അതിന്റെ ഒരു ഐതിഹ്യം എങ്ങനെയാ? പണ്ടേ ഈ ഓലയിലാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓലയിൽ തന്നെ കെട്ടുന്നത്, അല്ല ഓലയിൽ തന്നെ കെട്ടി ഇരിപ്പ് മണ്ണിട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. കാലം കുറെ മാറിയപ്പോഴേക്കും തോറ്റംപാട്ടിനെ പറ്റിയ ആൾക്കാർക്ക് വലിയ അറിവില്ല. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വലിയ അറിവില്ല. അതോടൊപ്പം തന്നെ അന്യം നിന്ന് പോവുകയും ചെയ്യുകയൊക്കെയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു അത് നമ്മൾ പാട്ട് സമയത്ത് രാത്രിയായാലും പകലായാലും ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേൾക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ വരുന്നുണ്ട്. പിന്നെ പണ്ടത്തെ ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ കുറച്ച് ആൾക്കാർ ഈ രാത്രി നമ്മൾ പാടുമ്പോൾ കേൾക്കാൻ വരും. പ്രത്യേകിച്ച് മാലപ്പുറം തോറ്റവും കേൾക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കുന്നുണ്ട് ആശാൻ? പുതിയ തലമുറ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആരാണോ ദേവി നിശ്ചയമാണ്, ആരാണോ തെളിഞ്ഞു വരണത് അതെല്ലാം ദേവിയുടെ നിശ്ചയമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആശാന്റെ ശിഷ്യ എന്റെ അച്ഛനാണ്. എന്റെ അച്ഛൻ്റെ നിന്നാണ് ഞാൻ എൻ്റെ 10-12 വയസ്സ് മുതൽ അച്ഛൻ്റെ പിറകെ നടന്നാണ് അതിന് പാട്ട് പഠിച്ച് ഇങ്ങനെയോ കേട്ട് പഠിച്ചാണ് ഇങ്ങനെ അച്ഛൻ്റെ മരണശേഷം ഏറ്റെടുത്തത്. ദേവിയുടെ ഐതിഹ്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും തോറ്റമായിട്ട് പാടുമില്ല. ഈ തോറ്റം പാട്ടിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് എന്താണ്? തോറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൊന്നു തോറ്റം ദേവിയുടെ ഭർത്താവിനെ കൊന്നു തോറ്റം എന്ന് പറയുന്നത്. കൊണ്ട് ചോറു തട്ടി കൊഞ്ചണക്കായി കൊണ്ട് കറി വിളമ്പി അതിരസം പലവക വിളമ്പുന്നല്ലോ. ശർക്കര ചിങ്ങവഴപ്പഴങ്ങൾ തേനോട് പാൽപ്പഴം പഞ്ചസാര. അപ്പം വലിയ ഒരു ആചാര പെരുമ ഇതിനകത്തുണ്ട്, ഈ ചടങ്ങുകൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനൊരു പ്രാധാന്യമുണ്ട്. നിറയെ ആളുകൾ തോറ്റംപാട്ട് കേൾക്കുവാനായി എത്തുകയും ചെയ്യും. ഇപ്പോഴും ഈ തിരുവിതാംകൂറിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ദേവീക്ഷേത്രങ്ങളിലെല്ലാം വലിയ പ്രാധാന്യത്തോടെ തോറ്റംപാട്ട് ആചരിച്ചു വരുന്നുണ്ട്. ഉത്സവ സീസണുകളാകുമ്പോൾ തന്നെ ദേവീക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടും ഈ തോറ്റംപാട്ട് അത് ചടങ്ങായി തന്നെ നടത്താറുമുണ്ട്. വലിയൊരു പ്രാധാന്യത്തോടു കൂടിയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും, ഒട്ടുമിക്ക ദേവീക്ഷേത്രങ്ങളിലും, തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഒട്ടുമിക്ക ഈ ദേവീക്ഷേത്രങ്ങളിലും ഈ ചടങ്ങ് നടത്തുക. വിവേകിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.